ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇന്റലിജൻസ് വിഭാഗം പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച, അത് കൈകാര്യം ചെയ്ത രീതി. അതിന് ഉത്തരവാദികളായ 2 പ്രമുഖ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ കാര്യത്തിൽ. അദ്ദേഹം CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇവിടെ കവർച്ച നടക്കുന്നു. അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാസുവും CPMലെ ഏറ്റവും പ്രിയപ്പെട്ട, അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ആ അറസ്റ്റ് പോലും നടന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. കുറെ ഉദ്യോഗസ്ഥന്മാരിൽ ഇത് സംബന്ധിച്ച നടപടികൾ നിൽക്കുമായിരുന്നു, അവിടെ തടഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ 2 പേരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. പക്ഷെ ഹൈക്കോടതി ഇപ്പോഴ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് ഈ പത്മകുമാറിന്റെ അറസ്റ്റിൽ അന്വേഷണം മന്ദീഭവിച്ചു അല്ലെങ്കിൽ തടസ്സപ്പെട്ടു?